നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഒരു ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ലൈസൻസഡ് ആപ്ലിക്കേഷനായ കോയിൻ DCXൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും, എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഒരു ക്രിപ്റ്റോ കറൻസി പർച്ചേസ് ചെയ്യാൻ സാധിക്കും, കംപ്ലീറ്റ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇതിൻ്റെ അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിവാർഡ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല ഒരു റിസ്ക്കും ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്കിവിടെ ബിറ്റ് കോയിൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതിൻ്റെ ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കാലയളവിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ ഒരു ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ തന്നിട്ടുണ്ട്. ഈ ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുവാണെങ്കിലും റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ക്യാപിറ്റൽ മാത്രം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആക്കുന്നതാണ് എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയൻ. അത് ടോട്ടലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര എമൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുമല്ല, ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോയിൻസിൽ അത് വിലക്കുറവിൽ കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ SIP ആയിട്ട് ആഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് കോയിൻ DCX വളരെ നല്ലൊരു അക്കൗണ്ടാണ്. കാരണം ഈ FIU രജിസ്റ്റേർഡ് ഇന്ത്യയിൽ ലൈസൻസ് ചെയ്ത ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സേഫ്റ്റി, സെക്യൂരിറ്റി, അതുപോലെ തന്നെ ലൈസൻസ് കാര്യങ്ങളും എല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 കോടിയിലധികം ആൾക്കാർ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. 4.4 സ്റ്റാർ റേറ്റിംഗ് തന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് സിംഗിൾ ക്ലിക്കിൽ പൈസ ആഡ് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അപ്പോൾ അതുമല്ല, INR പേരിൽ തന്നെ നോർമലായിട്ട് നമ്മൾ ക്യാഷ് ആഡ് ചെയ്യാം, ഫോൺ പേ ഉപയോഗിച്ച് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ഇതിൻ്റെ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. ആ ഒരു ലിങ്ക് തന്നെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെൽക്കം റിവാർഡായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വൗച്ചർ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലിങ്ക് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി. അപ്പോൾ റിസ്ക് ഉണ്ട്, റിവാർഡ് അതനുസരിച്ച് റിസ്ക് ഉണ്ട്, അപ്പോൾ റിവാർഡും ഉണ്ട്. ചെറിയ എമൗണ്ട് മാത്രം ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ട്രേഡിങ്ങിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി ഈ ഒരു ആപ്ലിക്കേഷനാണ് കോയിൻ DCX. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പം ആ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ ഫ്രീ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മുമ്പോട്ട് പോകുന്നു. നമ്മുടെ ഒന്നുകിൽ ഫുൾ നെയിം, ഇമെയിൽ ID, പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഇമെയിൽ IDയുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് വിത്ത് ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകാം. അപ്പം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു OTP വരുന്നതായിരിക്കും മൊബൈൽ നമ്പറിലേക്ക്. ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു പിന്ന് എൻ്റർ ചെയ്യാനുണ്ട്. ഒരു 6 ഡിജിറ്റ് പിന്ന് ക്രിയേറ്റ് ചെയ്യുക. വീണ്ടും ആ ഒരു പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിൻ നമ്പർ ഓർത്തിരിക്കുക. കാരണം ആപ്ലിക്കേഷൻ വീണ്ടും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പിൻ നമ്പർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് പാൻ കാർഡ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ പാൻ കാർഡ് I agree എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആധാർ കാർഡ് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഇത്രയും ചെയ്ത് നമുക്ക് ആധാർ കാർഡ് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വെരിഫൈ ആധാർ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഡിജി ലോക്കർ ഉള്ളതാണെങ്കിൽ ആ ഒരു വഴിയിൽ നമുക്ക് വെരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ അപ്ലോഡ് യുവർ പാസ്വേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക, ക്യാപ്ച അടിച്ചു കൊടുക്കുക, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മുമ്പോട്ട് പോകുമ്പോഴത്തേനും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായിരിക്കും. അത് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ വയ്ക്കുന്നുണ്ട്. അപ്പം ഡിജി ലോക്കറിൻ്റെ പിൻ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പിൻ നമ്പർ നിങ്ങൾക്ക് വീണ്ടും ജനറേറ്റ് ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ പിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഡിജി ലോക്കറിൽ നിന്ന് ഈ ഡേറ്റാസൊക്കെ അവർ പിക്ക് ചെയ്യുന്നുണ്ട്. അലോ കൊടുക്കുക. സക്സസ്ഫുള്ളായിട്ട് പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട്. ക്യാമറ ഓപ്പൺ ആകുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു സെൽഫി ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ ഒക്യുപ്പേഷൻ, ആനുവൽ ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണെങ്കിലും. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊരു അക്കൗണ്ടാണോ നിന്നാണോ പൈസ ആഡ് ചെയ്യേണ്ടത് കോയിൻ DCXലേക്ക്, അതുപോലെ തന്നെ ഏതൊരു അക്കൗണ്ടിലേക്കാണോ പൈസ വിഡ്രോ ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ അക്കൗണ്ട് നമ്പർ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏതാണോ ബാങ്ക് അതിൻ്റെ IFSC കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ₹1 അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നതായിരിക്കും. ഇവിടെ വന്നിട്ടുണ്ട്.
സക്സസ്ഫുള്ളായിട്ട് അക്കൗണ്ട് വെരിഫിക്കേഷൻ നടന്നു. ഇനി നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതായിട്ടുണ്ട്. ആഡ് ഫണ്ട് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു 1000 രൂപയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 100 രൂപയ്ക്ക് മുകളിൽ എത്ര എമൗണ്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. 500, 200 എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ഒരു 1000 രൂപ ഞാൻ ആഡ് ചെയ്യുന്നു. സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് സെലക്ട് ചെയ്യുവാണ്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇതിൻ്റെ അകത്ത് പൈസ ആഡ് ചെയ്യാൻ സാധിക്കും. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഫോൺ പേ ഉപയോഗിച്ചിട്ട് പേ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുവാണ്. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പം ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് പ്രോഗ്രസ് ആണ്. കുറച്ച് സമയം എടുക്കും ആ പേയ്മെൻറ്റ് ഒന്ന് ആഡ് ആകുന്നതിന് വേണ്ടി. ഇവിടെ പേയ്മെൻറ്റ് ആഡ് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പേയ്മെൻറ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റൻ്റായിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. SIP തുടങ്ങുന്നതിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് പോപ്പുലറായിട്ടുള്ള കുറച്ച് വോളിയുള്ള കോയിൻസാണ്. ബിറ്റ് കോയിൻ, ടെതർ, ഇത്തീരിയം, റിപ്പിൾ. അപ്പോൾ ഞാൻ ബിറ്റ് കോയിൻ എങ്ങനെ പർച്ചേസ് ചെയ്യാം, ഒരു ക്രിപ്റ്റോ കറൻസി എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഒന്നുകിൽ ബൈ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് SIP എന്ന് ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ SIP തുടങ്ങുന്നവർക്കാണെങ്കിൽ വീക്കിലി SIP തുടങ്ങാം. 200 രൂപ വെച്ച് പർച്ചേസ് ചെയ്യുന്ന SIP തുടങ്ങാം. ഞാനിവിടെ ബൈ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇൻസ്റ്റൻ്റായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇൻസ്റ്റൻറ്റിൽ 200 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ 200 രൂപയ്ക്ക് നമുക്ക് ഒരു ടോട്ടലായിട്ടുള്ള ബിറ്റ് കോയിൻ ഒന്നും കിട്ടത്തില്ല. കാരണം ഇത്രയും വലിയ എമൗണ്ടാണ് ഒരു സിംഗിൾ ബിറ്റ് കോയിന്. അപ്പം നമ്മൾ 200 രൂപയ്ക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്രാക്ഷനാണ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ബിറ്റ് കോയിൻ നമുക്ക് കിട്ടും. സ്വൈപ്പ് ടു ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സക്സസ്ഫുള്ളായിട്ട് ബിറ്റ് കോയിൻ പർച്ചേസ് ആയിട്ടുണ്ട്. വളരെ സ്മൂത്തായിട്ട്, വളരെ സിമ്പിളായിട്ട് ഡൺ, കംപ്ലീറ്റ് ആയി. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇത് 200 രൂപ ഇൻവെസ്റ്റ് ആയി. എവിടെയാണ് ഇൻവെസ്റ്റ് ആയത്? നമ്മൾ ബിറ്റ് കോയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഇത്ര സിമ്പിളാണ്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വിൽക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെല്ല് ചെയ്ത് കൊടുക്കുന്നു. ഫണ്ട് ജസ്റ്റ് വിഡ്രോയൽ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. ഇത്ര സ്മൂത്താണ്. തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിലെ FIU രജിസ്റ്റേർഡ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. ലൈസൻസ് ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വെൽക്കം ഗിഫ്റ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത് ഒരുപക്ഷേ ക്രിപ്റ്റോ കറൻസിയിൽ നല്ലതാണ്. അപ്പോൾ റിസ്ക് ഉണ്ട്, റിവാർഡും കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ ചെറിയ എമൗണ്ട് മാത്രം യൂസ് ചെയ്യുക ക്രിപ്റ്റോ കറൻസിയിലേക്ക്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കോയിൻസിൽ ചെറിയ എമൗണ്ട് ഇട്ട് ആവറേജ് ചെയ്യാൻ നോക്കുക. അത് നല്ലതായിരിക്കും. ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ക്രിപ്റ്റോ ട്രേഡിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അക്കൗണ്ട് ഓപ്പൺ ആക്കുക, ലിങ്ക് താഴെയുണ്ട്. ഓക്കെ, താങ്ക് യു.